ഹലോ നമസ്കാരം. നമുക്ക് മലയാളികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ നല്ല അപ്പമോ പുട്ടോ അല്ലെങ്കിൽ നല്ല ഇഡലിയോ ദോശയോ അതിനൊക്കെ പറ്റിയ കറികളായിട്ടുള്ള സാമ്പാറോ ചമ്മന്തിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അല്ലെങ്കിൽ സ്റ്റൂവോ കടലയോ അതൊക്കെ ഏറ്റവും ഇഷ്ടം അല്ലയോ? എന്നാൽ ഈ വക ഐറ്റങ്ങളൊന്നും പെട്ടെന്ന് അങ്ങോട്ട് സൃഷ്ടിക്കാൻ പറ്റാത്ത ആയതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്ന ഒരു സാധനം ഈ ഗോതമ്പ് ദോശയാ, പ്രത്യേകിച്ചും ബാച്ചിലേഴ്സ്. കുറച്ചു ദിവസം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും കഴിച്ചു കഴിഞ്ഞാൽ മടുക്കുമെങ്കിലും പിന്നെയും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവനെ മാടി മാടി വിളിക്കും. ഇതുണ്ടാക്കാനുള്ള പണി വളരെ എളുപ്പമായതുകൊണ്ട് പലപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ഇത് ട്രൈ ചെയ്യും. എന്നാ പറഞ്ഞാലും പിന്നെയും കഴിച്ചു കഴിഞ്ഞാൽ ഇത് മടുക്കും. അപ്പം നമുക്കിത് വേറെ പല രീതിയിലായിട്ട് ചുട്ടെടുത്ത് നോക്കാം. അപ്പം ചിലപ്പോൾ നമുക്കിത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പം ആദ്യം നമ്മുടെ സാധാ ദോശ ചുട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് വെച്ച് നല്ലപോലെ ഇളക്കി ഒന്ന് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു മുട്ട ദോശ ഇവിടെ സെറ്റായി കിട്ടും. ഇതിപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ. അപ്പം മുട്ട അടിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാവ് പരത്തി കഴിഞ്ഞ് കിട്ടുന്ന ദോശ ഉണ്ടല്ലോ, നല്ല സ്മൂത്ത് ആയിരിക്കും, നല്ല നൈസായിരിക്കും. അപ്പം മുട്ട ദോശ ഇവിടെ സെറ്റ്. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഫ്ലേവേഴ്സും അതിൻ്റെ സ്റ്റൈലും ഒക്കെ മാറ്റി മാറ്റി ചുട്ട് കഴിയുമ്പോൾ ഇതിനോടുള്ള ആ വിരക്തി അങ്ങ് മാറും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കുകയും ചെയ്യാൻ പറ്റും. അപ്പം അടുത്തത് നമ്മൾ കുറച്ച് ജീരകവും കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ജീരക ദോശ തയ്യാർ. ജീരകം എന്ന് പറഞ്ഞാൽ ചെറു ജീരകമായിട്ടോ ചേർത്തത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് സവാളയും കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് കല്ലിലോട്ട് ഒഴിച്ച് ചുട്ടിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ഒണിയൻ ദോശ സെറ്റപ്പ്. ഇതൊക്കെ നമ്മൾ അരിദോശയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഇതിനകത്ത് ട്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഇടയ്ക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സന്തോഷം. ഈ ഒണിയൻ ദോശയും ജീരക ദോശയും ഒക്കെ നമുക്ക് കറിയില്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. പിള്ളേർക്ക് കൊടുക്കുമ്പോഴാണെങ്കിൽ ആ മുളക് അങ്ങ് ഉപേക്ഷിച്ചേക്കെ, അപ്പോൾ പിന്നെ അത് കടിച്ച് നീ എരിച്ചു എന്നുള്ള കംപ്ലൈൻറ്റ് അവരും പറയത്തില്ല. അപ്പം ഈ ദോശ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ വഴി നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കണം, പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ വേണം. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദോശ അങ്ങോട്ട് ചുടുക. അതിൻ്റെ രണ്ട് സൈഡും വെന്ത് വരുമ്പം തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് പകുതിയായിട്ട് ഈ തേങ്ങയും പഞ്ചസാരയും കൂടെ ഉള്ള മിശ്രിതം അങ്ങോട്ട് തേച്ച് വെക്കുക. പഞ്ചസാരയ്ക്ക് പോലും ശർക്കര ഉപയോഗിക്കാം കേട്ടോ, കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഈ ഐറ്റത്തിനെ വേണമെങ്കിൽ നമുക്കൊരു അടയെന്നൊക്കെ വിളിക്കാം അല്ലേ. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കണ്ട, വേറെ എന്തെങ്കിലും പേരിട്ടോളൂ. പക്ഷേ ഇതൊക്കെ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കഴിക്കും. ശർക്കരയാണ് കുറച്ചുകൂടെ നല്ലത്, പഞ്ചസാരയെക്കാട്ടിലും നല്ലത് ശർക്കര തന്നെയാണ്. അതിങ്ങനെ ഒന്ന് മടക്കി എടുത്തു കഴിഞ്ഞാൽ അടദോശ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷേ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പണ്ടെപ്പോഴും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അത് വലിയ ഐറ്റമൊന്നുമല്ല, എങ്കിലും ഇടയ്ക്കൊക്കെ പരീക്ഷിച്ചൊക്കെ നോക്കാം. Bye from Streets and Food.